പാർട്ടിക്ക് കൊടി പോലും പിടിക്കാനുള്ള അവസ്ഥയില്ലാതെയാക്കിയല്ലേ? എങ്ങനെ സഹിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ? കൊടിയില്ലാതെ മാത്രമല്ല, കോൺഗ്രസിന്റെ കൊടിയും പോയി. 50 രൂപക്ക് പെട്രോൾ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇന്ന് എത്രയാ പെട്രോളിന്? 100 രൂപക്ക് പുറത്തായി. ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ, സഹായിക്കാൻ, ഹിന്ദുത്വത്തെ പാലൂട്ടി വളർത്താൻ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് നൽകണമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയവർ 100 രൂപക്ക് ആരാ പെട്രോൾ അടിക്കുന്നത്? 100 ആള് പെട്രോൾ അടിക്കുമ്പോൾ 75 ആളും ഇവർ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരല്ലേ? ഈ നാടിലെ ആകെ കണക്ക് കൂട്ടിയാൽ 25% വരൂല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും ഹൈന്ദവരും ദളിതരും എല്ലാം കൂടെ കൂട്ടിയാൽ അവർ 25%. ആ 75% ഹൈന്ദവരെ കൊള്ളയടിക്കുന്ന പാർട്ടി. ഗ്യാസ് ഇന്നെന്താ സ്ഥിതി? ആരെയാണ് കൊള്ളയടിക്കപ്പെടുന്നത്? രാജ്യത്തിന്റെ പൊതുസമ്പത്ത് മുഴുവൻ എഴുതി കൊടുത്തു. ഇന്നലെ വന്ന വാർത്ത എന്താ? തിരുവനന്തപുരം വിമാനത്താവളം അടക്കം വിറ്റ് കഴിഞ്ഞു. ആ വിമാനത്താവളം വിൽപ്പനയെ എതിർത്ത സംസ്ഥാനമാണ് കേരളം. ഗവൺമെന്റ് എഴുതി, ഞങ്ങൾ ഏറ്റെടുക്കാം. കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റ് എഴുതി, ഞങ്ങൾക്ക് വിട്ടുതരണം, നിങ്ങൾ പറയുന്ന പണം ഞങ്ങൾ നൽകാം. തന്നില്ല. അതിന്റെ ഓപ്ഷനിൽ പോലും പങ്കെടുക്കാനുള്ള ഒരു സംസ്ഥാനത്തിന്റെ അവകാശം പോലും നിഷേധിക്കപ്പെട്ടു. ഭൂമി ഈ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ഭൂമിയാ. എന്താ ഇന്നലത്തെ വാർത്ത? അവിടെ ജോലി ചെയ്യുന്ന 600ഓളം മനുഷ്യന്മാര് ആ തിരുവനന്തപുരം ജില്ല വിട്ട് പോയിക്കൊള്ളണം. അദാനിക്ക് ഇഷ്ടമുള്ളവിടത്ത് പോയി ജോലി ചെയ്യണം. ഒരൊറ്റ ഉദാഹരണം ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ രീതിയിൽ സാമ്പത്തിക രേഖം കർഷകരുടെ സ്ഥിതി നമ്മൾ പറയണോ? അനുഭവസ്ഥരല്ലേ ഈ ഇരിക്കുന്നത്? ഈ മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ 80% കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ജീവിക്കാൻ വല്ല മാർഗവുമുണ്ടോ കർഷകർക്ക്? കർഷകർക്ക് നൽകിയ ഏതെങ്കിലും ഒരു വാക്ക് ഈ ഗവൺമെന്റ് പാലിച്ചോ? ഇന്നും ഡൽഹിയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷകർ പ്രതികരിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള 100,000 വിഷയങ്ങൾ. ഇതിലെന്താണ് കോൺഗ്രസിന്റെ നിലപാട്? അവിടെയാണ് ചോദ്യത്തിന്റെ പ്രസക്തി. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ്? കേരളം കാതോർക്കുകയാണ്. CAA-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വിശദീകരിച്ചു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഇതാ കോൺഗ്രസിന്റെ കയ്യിൽ സുശക്തമാണ്. എന്താ സ്ഥിതി? ഇപ്പൊ ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പങ്കാളിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നിലമ്പൂരും വണ്ടൂരും ഏറനാടും 3 മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലെ സ്ഥാനാർത്ഥിയുടെ കൂടെ പോകുമ്പോ എന്താ അവസ്ഥ അറിയാം നിങ്ങൾക്ക്? സ്ഥാനാർത്ഥി അങ്ങാടിയിൽ ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുമ്പോ, എനിക്ക് ഇടയ്ക്ക് ഈ കട്ടൻ ചായ കുടിക്കുന്ന ചെറിയൊരു അസുഖമുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങിയാലേ കട്ടൻ ചായ കണ്ടാലേ കട്ടൻ ചായ കുടിക്കാൻ കയറും. പല സ്ഥലങ്ങളിലും ആളുകൾ വരികയാണ്. കരുവാരക്കുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 2 ചെറുപ്പക്കാർ കാക്കിയിട്ട് വരുമ്പോഴേ അറിയാം ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. അടുത്ത് വന്നിരുന്നു. അൻവർക്കാ, ഞങ്ങൾക്കൊരു കാര്യം പറയാണ്ടെന്നാണ്. ഞാൻ വെച്ചാൽ എന്തെങ്കിലും നാട്ടിലെ വിഷയമായിരിക്കും. ഞങ്ങൾ ലീഗുകാരാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ സന്തോഷം. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അതിനാണ് എന്തോ ഞങ്ങൾ ഇപ്രാവശ്യത്തെ വോട്ട് ആനി രാജയ്ക്കാണ്. അപ്പൊ ഞങ്ങനെ കണ്ണിലേക്ക് നോക്കി. അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല. അവർക്ക് പിന്നെ എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ ഞാനും സഹൂദം അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുക. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിനാണ് എന്ന്. എത്ര ഗൗരവമായ പ്രതികരണം! സാധാരണക്കാരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് പൂർണ്ണമായും കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ തെളിവ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
മണ്ണാർക്കാടും അതിന്റെ അലയൊലി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. പാർട്ടിക്ക് കൊടി പോലും പിടിക്കാനുള്ള അവസ്ഥയില്ലാതെയാക്കിയല്ലേ? എങ്ങനെ സഹിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ? കൊടിയില്ലാതെ മാത്രമല്ല, കോൺഗ്രസിന്റെ കൊടിയും പോയി. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ വോട്ടും കൊള്ളയടിച്ചു പോയവരാ. പക്ഷെ ഇപ്രാവശ്യം അവർ പറയുന്നില്ല കേട്ടോ പ്രധാനമന്ത്രിയെ. ഒരു എത്തിയും കുട്ടികൾ പോണ പോലെയാണ് ജാഥ. കണ്ടോ നിങ്ങള്? ഒരു കൊടിയില്ല, ഒരു ബോർഡും ഇല്ല. ഒരാള് ജീപ്പിന്റെ ഭാഗത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തന്നെ, ഒരു പ്രതികരണവുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരു മുന്നണിക്ക് എത്തിയ ഗതികേട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇറക്കി കൊടിയൊക്കെ മാറ്റി പ്രകടനം, റോഡ് ഷോ പുറപ്പെടാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ കുഞ്ഞാലിക്കുട്ടിന്റെ മുഖം പറ്റൂല. എന്താ കാരണം? എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സംഭവിച്ചത്? 2016 രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയ നമ്മളെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ചോദിച്ചതാണ്, നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? അല്ലേ? ആ ചോദ്യം ഇന്നും പ്രസക്തമാണ്. എന്താ ഉണ്ടായി? എന്തായിരുന്നു 2019 തെരഞ്ഞെടുപ്പിൽ? 19 തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു സ്ഥിതി? ഒരു 100 സീറ്റ് കിട്ടുന്ന അവസ്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിലുണ്ടായിരുന്നു. എല്ലാ കൈയും തട്ടിമാറ്റി നേരെ വയനാട്ടിൽ വന്ന് മത്സരിച്ചു. ഈ പച്ചക്കൊടി കൊണ്ടുള്ള ലീഗ് പ്രവർത്തകരുടെ ഡാൻസ് രാജ്യമാകെ വ്യാപിച്ചു. നോർത്ത് ഇന്ത്യയിലും മുഴുവൻ RSS BJP പ്രചരണം നടത്തി. നോക്കൂ, ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഭയപ്പെട്ട് കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. 100% മുസ്ലിങ്ങളാണ്. അവരിന്നും ഇന്ത്യയിൽ ലയിച്ചിട്ടില്ല. അവരിന്നും പാകിസ്ഥാൻ വാദികളാണ്. ആ പാകിസ്ഥാന്റെ പച്ചക്കൊടിക്ക് പിന്നിൽ ഇതാ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഭയപ്പെട്ട് മുസ്ലിങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു. ഇതാ പ്രചരിപ്പിച്ചത്. ആ പ്രചരണം ഏറ്റു. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് കിട്ടാവുന്ന സീറ്റ് പോലും കിട്ടാതെ തകർന്നടിഞ്ഞു കോൺഗ്രസ്. അതാ ഇപ്രാവശ്യം കൊടി പിടിക്കാത്തത്. മനസ്സിലായ നിങ്ങൾക്ക്? അതുകൊണ്ട് ആ പച്ചക്കൊടിയുമായി വരണ്ട, വോട്ട് വേണം. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ഒരു നേതാവിന് ആ വാഹനത്തോടൊപ്പം ആ ജാഥയിൽ, റോഡ് ഷോയിൽ പോലും പങ്കെടുക്കാനുള്ള അവകാശം നിഷേധിച്ചതിന്റെ തീ ആളിക്കത്തുകയാണ് മലപ്പുറത്തും കണ്ണൂരും കോഴിക്കോടൊക്കെ. ജനങ്ങൾ തിരിച്ചറിയണ്ടേ എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്? ആ നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വിശദീകരിച്ചത്. എന്താ ലീഗിന്റെ നിലപാട്? അണികളെ കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ആ കാര്യത്തിലില്ല. എന്താണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്? എന്തേ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ സാദിഖ് അലി തങ്ങൾ അവസാനമായി പറഞ്ഞത്? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, നിങ്ങൾ ആലോചിക്കണം, എവിടെ എത്തി ലീഗിന്റെ നേതൃത്വം? ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ്, അല്ലേ? ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? പള്ളികളിലെ ബാങ്ക് വിളി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിർത്തിയ പോലെ ഈ ഫാസിസ്റ്റ് ഭരണം തന്നെയാണ് വീണ്ടും ഇങ്ങോട്ട് വരുന്നെങ്കിൽ കേരളത്തിൽ ബാങ്ക് കൊടുക്കുന്നു നമുക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ എന്താ പറയാ? ബാങ്ക് കൊടുക്കുന്നത് എന്തിനാ? ഇവിടെ ഒരുപാട് മുസ്ലിങ്ങൾ എന്തിനാ ബാങ്ക് കൊടുക്കുന്നത്? നിസ്കരിക്കാൻ സമയമായി എന്ന് അറിയിക്കാൻ. അപ്പൊ ഫത്വ വരും പാണക്കാടുന്ന്. അത് വാച്ചും സമയം അറിയിക്കാൻ ഒരു സംവിധാനം ഇല്ലാത്ത കാലത്തായിരുന്നു. ഇപ്പൊ എന്തിനാ ബാങ്ക്? നമ്മളെ മൊബൈൽ ഫോണിൽ ടൈമിംഗ് സെറ്റ് ചെയ്താൽ 5 നേരം ബാങ്ക് കൊടുക്കും. അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട. പറയില്ലേ? പറഞ്ഞ് കേൾക്കും. അധികം വൈകാതെ ലീഗിന്റെ പ്രവർത്തകന്മാർ എഴുതി വെച്ചോ, പാണക്കാടുന്ന് ഫത്വ വരും, ബാങ്കിന്റെ ആവശ്യമില്ല. പിന്നെന്താവും? ജുമ നമസ്കാരം പാടില്ല, കുത്തുബ പാടില്ല. എന്താ കാര്യം? അവിടെ ജനങ്ങൾ സംഘടിക്കുന്നു, അവിടെ വർഗീയമായ പ്രചരണം നടക്കുന്നു. ജുമ നിർത്തും. എന്ത് ചെയ്യും? അപ്പൊ വരും പാണക്കാടുന്ന് ഫത്വ. എന്താ ഫത്വ? ജുമ എന്തിനാ?
മുസ്ലിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതപരമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പ്രഭാഷണം ഉണ്ടാവുക. അത് മൗലവിമാര് മൊബൈലിൽ പ്രസംഗിച്ചാണ് വിട്ടാൽ മതി. ഓരോ മഹല്ലും ഗ്രൂപ്പ് ഉണ്ടാക്കുക, വീട്ടിലിരുന്ന് കേട്ടാ പോരെ. വെറുതെ ജുമയ്ക്ക് സമയം കളയണ്ട, ലോറിസ്കരിച്ചാൽ മതി, വരൂലേ? എഴുതി വെച്ചോ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ, അടുത്ത രണ്ടാമത്തെ ഫത്വയാണ്. മൂന്നാമത്തെ ഫത്വ പള്ളികൾ പൂട്ടണം, കൂട്ട നമസ്കാരം ഒന്നും പാടില്ല. കണ്ടുകൊണ്ടിരിക്കല്ലേ എന്താ ഉത്തരേന്ത്യയില്? പള്ളികൾ പൂട്ടിയപ്പോ റോഡിന്റെ സൈഡില് പൊതുസ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നമസ്കരിക്കുന്നു. വെള്ളിയാഴ്ച മോഡിന്റെ പോലീസ് പോയി ചവിട്ടുന്നത് വീഡിയോ കാണാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പള്ളികൾ പൂട്ടി, എവിടെയെങ്കിലും നിസ്കരിക്കണ്ടേ? ചവിട്ടി മറിക്കുന്നു. ആ അവസ്ഥ വരും. അപ്പൊ വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറയും. ഇത്രയൊക്കെ കണ്ടിട്ടും അനുഭവിച്ചിട്ടും കഴുത്തിന്റെ നേരെ വാളിങ്ങനെ വെച്ച് നിൽക്കുക. അപ്പോഴും വിരോധാരോടാ? കമ്മ്യൂണിസ്റ്റുകാരോടല്ലേ? എന്താ ഈ വിരോധം? എന്ത് വിരോധം? രാജ്യത്തിന്റെ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കുമെന്ന് പറഞ്ഞൊരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി ഈ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കില്ല എന്ന് ഈ രാജ്യത്ത് ആദ്യമായി പറഞ്ഞ കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രി അല്ലേ? എന്തെല്ലാം വിഷയങ്ങളിൽ ഞാൻ ആവർത്തിക്കണോ? ഈ നെഞ്ചിഞ്ഞ് പൊളിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കൂ? ഇപ്പോഴും എന്താ പണി? ഈ മുഖ്യമന്ത്രിയെയും ഈ പ്രസ്ഥാനത്തെയും ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും RSSനോട് ചേർത്ത് വായിക്കുക അല്ലേ? രാപ്പകലില്ലാതെ RSSന് വേണ്ടി വിടുപണി ചെയ്യുന്നവർ അവരാണ്. വീണ്ടും അതിനോടൊപ്പം നിൽക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം. എവിടെ എത്തും ഈ നാട്? 2024 വീണ്ടും ആവർത്തിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എണ്ണി എണ്ണി ഇവിടെ നടക്കൂലേ? എന്താ UP-യിലേക്ക് സ്ഥിതി, ഗുജറാത്തിലെ സ്ഥിതി? എത്ര മാപ്പിളാരെ താടി പഠിച്ചു വിട്ടു? മണിപ്പൂർ ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ കിടക്കുന്നില്ല. താടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ജയ് ശ്രീരാം ശ്രീരാം പറയിപ്പിക്കല്ലേ? അങ്ങനെ പറയണം. എത്ര എണ്ണത്തിന്റെ മുട്ട മുറിച്ചു? സഹോദരിമാർ ക്ഷമിക്കണം. ജനസംഖ്യാ വർധനവ്. ഒറ്റ കാര്യം പറയാ, എന്റെയും PK ശശിന്റെയും ജോസ് ബേബി സഖാവിന്റെ ഒന്നും മാത്രമായി മുറിച്ചു പോവില്ല. മനസ്സിലായില്ലേ? നിങ്ങളത് മുറിച്ചിട്ടേ ഞങ്ങൾ മുറിക്കൂ. ഞങ്ങൾ സംഘടിതമായി നേരിടും. ആരാ നിങ്ങളിപ്പോ ഈ കോൺഗ്രസോ? ഈ കോൺഗ്രസോ? ഇവരെ കണ്ടിട്ടാണോ? അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ തെരഞ്ഞെടുപ്പ് കൂടി ഈ നിലപാടാണ് കേരളത്തിലെ മുസ്ലിം നേതൃത്വവും ന്യൂനപക്ഷവും ക്രൈസ്തവ നേതൃത്വവും എടുക്കുന്നെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചൊരു രക്ഷയില്ല. ഞങ്ങൾ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു, പറയാവുന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് സത്യസന്ധമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ വളച്ചൊടിച്ച് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തകർക്കുക എന്നത് മാത്രമാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ നിങ്ങളും അനുഭവിച്ചു കൊള്ളുക. അത്രേ ഇനി ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളൂ. ദിവസങ്ങളേ ഉള്ളൂ. തലക്കുള്ളിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആലോചിക്കേണ്ട അവസാന നിമിഷങ്ങളിലൂടെ രാജ്യം കടന്നു പോവുക. ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രം കുത്തിവെക്കുക. ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി. ഒരുപാട് സാമുദായിക നേതാക്കൾക്ക് മാറ്റം വന്നു. ബഹുമാനായ മുത്തു ജിഫ്രിക്കോയ തങ്ങളടക്കം. എന്തേ മുത്തു ജിഫ്രിക്കോയ തങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്? മുത്തു ജിഫ്രിക്കോയ തങ്ങൾ ഇന്നെടുത്ത നിലപാട് തന്നെയാണ് 10-25 വർഷം മുമ്പ് ആദരണീയനായ AP അബൂബക്കർ മുസ്ലിയാർ എടുത്തത്. മുസ്ലിം ലീഗിന്റെ ഈ നിലപാടുകൾ സമുദായത്തിനെതിരാണ്, മുസ്ലിം ഉമ്മത്തിനെതിരാണ്, ഈ നാടിനെതിരാണ്.
അതുകൊണ്ടാണ് അദ്ദേഹം തീരുമാനമെടുത്തു, അദ്ദേഹത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നശിപ്പിക്കാൻ അന്നും ശ്രമിക്കുന്നു, ഇന്നും ശ്രമിക്കുന്നു. എന്താണ് ആദരണീയനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചെയ്ത തെറ്റ്? ഈ CAA-യിൽ ഇടതുപക്ഷമാണ് ശരി. മുത്തലാഖ് വിഷയത്തിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ CPM എടുത്ത നിലപാടാണ് ശരി. ന്യൂനപക്ഷ വേട്ടകൾക്കെതിരെ CPM എടുക്കുന്ന നിലപാടാണ് ശരി. CPM-ന്റെ നേതൃത്വത്തിൽ, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധ യോഗങ്ങളിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ അദ്ദേഹത്തെ വിഭാഗമോ ഇടതുപക്ഷത്തോടൊപ്പം നിന്നു. ആണ് തെറ്റ്. നിങ്ങൾ ആലോചിക്കണം. ഇവർക്ക് രാഷ്ട്രീയവും അവരുടെ ഭരണവും അവരുടെ സംവിധാനവും അല്ലാതെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് എന്ത് കമ്മിറ്റ്മെന്റ്, എന്ത് ബാധ്യത ഈ ഉമ്മത്തിനോട്? അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ബഹുമാനായ മുത്തു ജിഫ്രി കോയ തങ്ങളെ ഇന്ന് അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവരാരെ അധിക്ഷേപിക്കും? എന്താ വടകരയിൽ നടക്കുന്നത്? 1000 ജന്മം ജനിച്ചാൽ ഒരു സഖാവിനെ എഴുതാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമോ? നിങ്ങൾ ആലോചിക്കുക. ആ വൃത്തികെട്ടവന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടലായി നടക്കുന്നത്. അതുകൊണ്ടാണ് ഇനി ഇത് പറയാൻ കഴിയില്ല. 26-ാം തീയതി വൈകുന്നേരം ആയാൽ പെട്ടിപൂട്ടി പിന്നെ ഈ പറഞ്ഞ വാളും വേറ്റ് വരുന്നവരെ ഏറ്റുമുട്ടാൻ നമുക്കൊന്ന് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ന്യൂനപക്ഷങ്ങൾ ഒന്നും പറയാനില്ല. വിജയരാഘവൻ സഖാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പാലക്കാട്ടുകാർക്ക് നന്നായി അറിയാം, അതിലേറെ അറിയാം മലപ്പുറത്തുകാർക്ക്. അദ്ദേഹത്തെ പോലും പക്ഷപാതിത്വത്തിന്റെ വർഗീയവാദിയാക്കാനുള്ള വാർത്തകൾ പോകുന്നു. മലബാറിൽ ജനിച്ച് മലപ്പുറത്ത് പഠിച്ച് വളർന്ന സഖാവ് വിജയരാഘവൻ ഇത് എഴുതുന്ന ലീഗിന്റെ സൈബർ പോരാളികളോട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. MA ഇസ്ലാമിക് ഹിസ്റ്ററിയ ശ്രീ വിജയരാഘവന്റെ സബ്ജക്ട്. അറിയോ നിങ്ങൾക്ക്? അറിയോ? ഈ ലീഗുകാർക്ക് അറിയോ? ഈ എഴുതിവിടുന്നവർക്ക് അതിൽ ഫസ്റ്റ് റാങ്ക്. അപ്പോ 2 വോട്ടിന് വേണ്ടി ഈ സമുദായത്തെയും ഈ സമൂഹത്തെയും ഈ രാജ്യത്തെയും ഒറ്റുകൊടുക്കുന്ന പ്രവർത്തന നേതൃത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കണം, മണ്ണാർക്കാട്ടുള്ളവർക്ക് സാധിക്കണം. ഇവിടെ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന MLA ഞാൻ പറയുന്നില്ല, ഈ ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഒരു ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്നത് മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ. നിങ്ങൾക്കറിയില്ലേ? ജോസ് ബേബി സഖാവ് അടക്കം അവിടെ ഇരിക്കുക. ഒരു പക്ഷപാതിത്വം ഈ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗ ജനങ്ങൾ അവർക്കുള്ള പരമാവധി കൺസിഡറേഷൻ, ഓരോ ബഡ്ജറ്റിലും പ്രത്യേകം പദ്ധതികൾ എല്ലാം നൽകിയ ഗവൺമെന്റാ. എന്നാലോ ഇതൊക്കെ അങ്ങോട്ട് വാങ്ങി വന്നിട്ട് പിണറായി വിജയനെയും കുടുംബത്തെയും പാർട്ടി നേതൃത്വത്തെയും വ്യക്തിപരമായി അധിക്ഷേപിച്ച് ആക്ഷേപിക്കുന്നവർ തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങള് മണ്ണാർക്കാട് ജനത തിരിച്ചറിയണം. അത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് സർവശക്തൻ നൽകട്ടെ എന്ന് നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലാൽസലാം. ഒരു കൊച്ചുമിടുക്കി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വരച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് അവരുടെ ഒരു വലിയ ആഗ്രഹമാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹത്തോടെ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു.